മത്സ്യവും രോഗവാഹകരും. മണ്ണ് കലർത്തിയ മത്സ്യ വിൽപ്പന നിരോധിച്ചില്ലെങ്കിൽ വൻ വിപത്ത്. സാധാരണക്കാരുടെ ഇഷ്ടഭക്ഷണമായ മത്സ്യവും ഇന്ന് രോഗവാഹകരായി മാറിത്തീർന്നിരിക്കാനിടയുള്ളതായി സംശയമുയരുന്നു. കടലോര പ്രദേശങ്ങളിൽ നിന്നും പിടിച്ചെടുക്കുന്ന മത്സ്യങ്ങൾ അവിടെ വെച്ച് പരസ്യലേലം കൊള്ളുകയാണ് ആദ്യപടി. പരസ്യലേലത്തിൽ നിന്നും ലേലം കൊള്ളുന്ന ഇടത്തട്ടുകാർ ആണ് മത്സ്യങ്ങൾ വലിയ സ്റ്റീൽ കലങ്ങളിലായി പൊതുമാർക്കറ്റുകളിലെ ചന്തകളിലും റോഡ് വക്കിലെ വഴിയോര കച്ചവടക്കാരിലേക്കും എത്തുന്നത്. മത്സ്യം കേടാകാതിരിക്കുന്നതിന് സാധാരണ ഐസ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ തങ്ങളുടെ മത്സ്യവിൽപ്പന പൊടിപൊടിക്കുന്നതിലേക്കായും ഫ്രഷ് മത്സ്യമാണെന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായും വിൽപ്പനക്കാർ മത്സ്യത്തിന് മുകളിൽ കടപ്പുറം മണ്ണ് വിതറുന്നത്. ഇത്തരം മണ്ണ് അവർ പ്രത്യേകം കവറുകളിലായിട്ടാണ് വിൽപ്പന സ്ഥലത്ത് കൊണ്ടുവരുന്നത്. ആൾക്കാരുടെ കണ്ണിൽ പെടാതെ വിൽപ്പനയ്ക്കായി നിരത്തിവെച്ചിരിക്കുന്ന മത്സ്യത്തെ കടപ്പുറം മണ്ണുകൊണ്ട് പൊതിയുന്നു. എന്നാൽ ഇത് അതീവ രോഗവാഹകരാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കടപ്പുറങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ കടലോര പ്രദേശങ്ങളിലുള്ളവർ മലമൂത്ര വിസർജനം നടത്തുന്നത് തുറസായ കടലോര പ്രദേശങ്ങളിലാണ്. അവിടെ എത്തുന്ന തെരുവ് നായ്ക്കൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ മലമൂത്ര വിസർജനമുള്ള ഈ മണ്ണിൽ അങ്ങനെ ഉണ്ടാകുന്ന വിവിധതരം ബാക്ടീരിയകൾ നിറഞ്ഞ മണ്ണാണ് പലപ്പോഴും ഇവർ കടൽ മണ്ണായി ശേഖരിച്ച് മത്സ്യവിൽപ്പന നടത്തുന്നിടങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇത് അതിഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാനിടയുണ്ട്. കോവിഡ് സമയത്ത് ഇങ്ങനെയുള്ള മണ്ണ് കലർത്തിയ മത്സ്യവിൽപ്പന നിരോധിച്ചിരുന്നു. എന്നാൽ ഇന്നാകട്ടെ മിക്ക മാർക്കറ്റുകളിലും ഇത്തരം കടൽമണ്ണ് കലർത്തിയ മത്സ്യവിൽപ്പന പൊടിപൊടിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ മണ്ണ് കലർത്തിയ മത്സ്യവിൽപ്പന നിരോധിച്ചില്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ വൻ വിപത്ത് ഉണ്ടാകാനിടയുണ്ട്.